ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതിനിടയിലാണ് നിർണായകമായ അറസ്റ്റുമായി SIT രംഗത്തെത്തിയിരിക്കുന്നത്. ശബരിമലയിലെ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ ചുമതലക്കാരൻ എന്ന് പറയുമ്പോൾ പിതൃതുല്യൻ എന്നാണ് തന്ത്രിമാരെ സാധാരണ കരുതുന്നത്. ആ പിതൃതുല്യനായ തന്ത്രി കണ്ഠരര് രാജീവരര് തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത്. അന്വേഷണം വലിയ തരത്തിൽ നടന്നു, എന്നാൽ പകുതി വഴിയിൽ മന്ദഗതിയിലായി എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ആരോപണവും ഉയർന്നു വന്നു. എന്നാൽ കോടതി പലപ്പോഴും അന്വേഷണത്തിൽ ഇടപെടുകയും അന്വേഷണത്തിൻ്റെ ഗതി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും എത്ര വലിയ ആളാണ് എങ്കിൽ പോലും അവരെ അറസ്റ്റ് ചെയ്യണം എന്ന നിർദ്ദേശവും നൽകിയ ഊർജം അല്ലെങ്കിൽ ഒരു വലിയ പ്രേരക ശക്തിയായി കോടതി ഒപ്പമുണ്ടായിരുന്നതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ചുമതലക്കാരനിലെ അറസ്റ്റിൽ വരെ എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ കോടതി ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിൽ അഭിമാനിക്കാം. കാരണം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2006 ആരാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ധനപരമായ ഉയർച്ചയ്ക്ക് പിന്നിലും ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളുണ്ടായി. എന്നാൽ രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറത്തേക്ക് ചില ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് നിർണായകമായ തന്ത്രി കണ്ഠരര് രാജീവരരുടെ അറസ്റ്റ്. 2006 മുതൽ 2019 വരെ നീളുന്ന കാലയളവിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാതി കർമ്മങ്ങളിൽ തന്ത്രിക്കൊപ്പവും മേൽശാന്തിക്കൊപ്പവും ശ്രീകോവിലിൽ കയറി ഇറങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരുന്ന ഇടപാടുകളിൽ വളരെ വ്യക്തമായ ചില ബന്ധം തന്ത്രി കണ്ഠരര് രാജീവർക്കുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവ് സഹിതം ലഭിച്ചതോടുകൂടി തന്നെയാണ് രാജീവരെയും അറസ്റ്റ് നടന്നിരിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റ് വലിയ ഒരു ഞെട്ടലാണ് പലർക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരര് ഒഴിഞ്ഞുമാറിയിരുന്ന ശബരിമലയിൽ സ്വർണ്ണക്കള്ള നടന്നെങ്കിൽ അത് തന്നെപ്പോലും ഞെട്ടിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മല കയറ്റിയത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവ് സഹിതം കിട്ടി. ഇനി ഈ തന്ത്രി കണ്ഠരര് രാജീവരിൽ അറസ്റ്റുകളുടെ പട്ടിക അവസാനിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ നിലകൊള്ളുന്നത്. ചില നേതാക്കന്മാരെയൊക്കെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തു, പക്ഷേ അത് രഹസ്യമായ ചോദ്യം ചെയ്യലായിരുന്നു. പിന്നീട് എങ്ങനെയോ അത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവർ സമ്മതിക്കുകയും ചെയ്തു. ഇവിടെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ 2006 മുതൽ 2025 വരെ നീളുന്ന കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരരുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എങ്കിൽ ആ സാമ്പത്തിക ഇടപാടുകൾ കൂടി ഉൾപ്പെടുന്നതാണോ ഈ അറസ്റ്റിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്നതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിലോ മറ്റോ ഒക്കെ പുറത്തു വരാൻ സാധ്യതയുള്ളൂ. അക്കാര്യങ്ങളൊന്നും പുറത്തു വരാനുള്ള സാധ്യതയും ഇല്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി വലിയ തരത്തിൽ വാദപ്രതിവാദങ്ങൾ ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ CPIMന് അല്പമൊന്ന് ആശ്വസിപ്പിക്കാം, നിർണായകമായ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു. അതും തന്ത്രിയുടെ അറസ്റ്റ്, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുഖ്യ ചുമതലക്കാരൻ്റെ അറസ്റ്റ്. അത് ചെറിയ കാര്യമല്ല. പ്രത്യേക അന്വേഷണ സംഘം ചിലപ്പോഴൊക്കെ സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നു എന്ന് കോൺഗ്രസും മറ്റു കക്ഷികളുമൊക്കെ വാദോരാതെ പറഞ്ഞപ്പോഴും സംഘം അവിടെ പതറാതെ മുന്നോട്ട് പോയി. CPIM പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇടപെട്ടിട്ടില്ല, ഒരു കാര്യത്തിൽ പോലും ഇടപെട്ടിട്ടില്ല, ഇടപെടുന്നതേയില്ല, ആരെ അറസ്റ്റ് ചെയ്താലും നോക്കിക്കൊണ്ടിരിക്കും. മന്ത്രിമാരും അത് പറയുന്നു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അവരുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. പുറത്തുനിന്നുള്ള ഏജൻസിയുടെ ആവശ്യം ഇല്ല എന്ന് വരെ പറഞ്ഞു വെച്ചു. പക്ഷേ
പുതിയ മാനമനുസരിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഈ കൊള്ളയുടെ മാനം വളരെ വലുതാണ്, അല്ലെങ്കിൽ വളരെയധികം അതിൻ്റെ വിസ്തൃതി വളരെ വലുതാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ED എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. EDയുടെ വരവ് മറ്റു ചില ആളുകളിൽ അല്പം ഒരു ഭയമുണ്ടാക്കിയേക്കും. കാരണം ഇവിടെ ആരൊക്കെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് അവരിലേക്ക് ED എത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്ത്രിയെ പൂട്ടാമെങ്കിൽ അത് മറ്റു ചിലരിലേക്ക് EDക്കും കടന്നു ചെല്ലാനുള്ള അവസരമായി മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് ദോഷം ചെയ്യും, അത് അവർക്ക് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. ആ വിവരമനുസരിച്ച് അവരിലേക്ക് അന്വേഷണം നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. സ്വർണ്ണപ്പാളി വിവാദം മാത്രമല്ല, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പലപ്പോഴായി കോടതിയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി ആരൊക്കെ ആയിരിക്കാം ഇതിൽ മുൻകൈ, അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കാം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയത്തിൻ്റെ നിഴൽ. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അറസ്റ്റ് നീക്കങ്ങളൊക്കെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ അല്പമൊന്ന് തണുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയപരമായ വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് പോകാൻ ഇടയുണ്ടാവില്ല. കാരണം അറസ്റ്റിൻ്റെ വലിപ്പം അത്ര വലുതാണ്, ചെറിയ ആളിനെയല്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രധാന കാര്യങ്ങൾ നിർവഹിക്കുന്ന പ്രധാന ചുമതലക്കാരൻ ശ്രീധർമ്മശാസ്താവിൻ്റെ പിതൃതുല്യൻ എന്ന് പറയുന്ന ആൾ, പ്രത്യേകിച്ച് മകരമാസ അല്ലെങ്കിൽ മകരവിളക്ക് തെളിയിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന വേളയിലാണ് നിർണായകമായ അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണ സംഘം വളരെ കൃത്യപരമായി ബുദ്ധിപരമായൊരു നീക്കം നടത്തിയിട്ടുണ്ട്. 10ഓളം അറസ്റ്റുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഈ അറസ്റ്റിൻ്റെ റിമാൻഡുകളിലും ഒന്നും തന്നെ തന്ത്രി കണ്ഠരര് രാജീവരുടെ പേരോ അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശങ്ങളോ ഇല്ലായിരുന്നു. അങ്ങനെ പരാമർശങ്ങളുണ്ടായിരുന്നെങ്കിലും പക്ഷേ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തന്ത്രി നീങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും SITക്ക് ആശ്വസിക്കാം, ഇതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് ആശ്വസിക്കാം. ആരെയും അറസ്റ്റ് തടഞ്ഞു വെച്ചിട്ടില്ല, ആരെയും അന്വേഷണത്തിന് മുന്നിൽ ഹാജരാക്കാതെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എന്ന് സധൈര്യം CPIM-ന് ഇനി പറയാൻ കഴിയും, അത് ഉറപ്പാണ്. പക്ഷേ ആരോപണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്ന് കോൺഗ്രസ് വാദിക്കും. ഇനിയുമുണ്ട് അന്വേഷണ പട്ടികയിൽ നിരവധി ആളുകൾ എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വാദവും. എന്തായാലും ഈ അറസ്റ്റ് സംസ്ഥാനത്തെ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ അന്വേഷണ സംഘത്തിന് അവരുടെ ആ സംഘാംഗങ്ങൾക്ക് അവരുടെ നേട്ടം തന്നെയാണെന്ന് പറയാം. കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാനിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ അറസ്റ്റിലേക്ക് നീങ്ങണമെങ്കിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തണമായിരിക്കുന്നു. ആ നിർണായകമായ തെളിവുകൾ, ആ നിർണായകമായ വിവരങ്ങൾ അതെല്ലാം ശേഖരിച്ചുകൊണ്ട് നടത്തിയ ഒരു നീക്കം, ആ നീക്കത്തിന് ഫലം കണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും സ്വർണം കട്ടവർക്ക് അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിയവർക്കൊക്കെ ഇനി ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് പിന്നാലെ EDയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു, കേസെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ EDയുടെ അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെ അടുത്തേക്ക് എത്തപ്പെടും എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.